കാസർഗോഡ് വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ NDRF സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രനുണ്ട്. അർച്ചന രവീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. അർച്ചന, കാര്യങ്ങൾ കുറച്ച് ഗുരുതരമാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് വീരമലക്കുന്നിലെ മണ്ണിടിച്ചിൽ അശാസ്ത്രീയമാണ്, അതുകൊണ്ട് തന്നെ മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ അർച്ചന? അരുൺകുമാർ, തീർച്ചയായും പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും വീരമലക്കുന്ന് പ്രദേശവാസികൾക്ക് തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ ഏകദേശം 10 മണി, അതായത് രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടായത്. അതായത് ദേശീയപാതയോട് ചേർന്ന് ഇത്തരത്തിൽ മണ്ണ്, ഈ റോഡിലേക്ക് വലിയ രീതിയിൽ മണ്ണ് പതിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന സമയത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മണ്ണ് തന്നെയാണ് പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. വലിയ കൂറ്റൻ പാറകളടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ പതിച്ചിരിക്കുന്നത്. ഏകദേശം 250ഓളം കുടുംബങ്ങൾ ഈ ഒരു സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ ജാഗ്രത, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രയാസകരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അടക്കം ഇപ്പോൾ പുറത്തു വന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നാട്ടുകാരടക്കം പ്രധാനമായും ആരോപിക്കുന്ന തരത്തിൽ മേഘ കൺസ്ട്രക്ഷന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലൊരു കുന്നിടിയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുൾപ്പെടെയുള്ള നാട്ടുകാരടക്കം ആരോപിച്ചിരുന്നു. അതിനെ തെളിവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കമ്പനിക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ ഇപ്പോൾ നീക്കം വന്നിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത അടക്കം ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആളുകളോട് തന്നെ ഇവിടെ കൃത്യമായി തന്നെ അറിയാനുണ്ട്. ചേട്ടാ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും വലിയൊരു പ്രയാസകരമായി തന്നെ പ്രയാസകരം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ ഒരു 2 ആഴ്ച മുമ്പേ 2-3 ആഴ്ച മുമ്പേ ഇതുപോലെ ഇതിൻ്റെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളോട് ഇതുപോലെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കൃത്യമായി ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ്, ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ച് കൃത്യമായി ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ്. അന്നും ഈ ജില്ലാ ഭരണകൂടം ഇവിടെ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വന്ന് പോകുന്നു എന്നതിനപ്പുറത്ത് ഇന്നലെയും സംഭവിച്ചത് അതാണ്. വരുന്നു പോകുന്നു, അതിനപ്പുറത്ത് ഈ ദുരന്തത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മളെ കൺസ്ട്രക്ഷൻ കമ്പനിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരിക്കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ആർക്കും കഴിയില്ല. ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്. ഇവിടെ നിരവധി സമരങ്ങൾ വിവിധ സംഘടനകൾ, ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇവിടെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു പരിഹാരവുമില്ല. ഇപ്പോഴും എന്താണ് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലാണ് ഈ കുന്നിപ്പോൾ നിൽക്കുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അറിയാൻ വേണ്ടി കഴിഞ്ഞത് കേരള വാട്ടർ അതോറിറ്റിയുടെ 18 ലക്ഷത്തോളം വരുന്ന വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ കണ്ടതിനേക്കാൾ വലിയ വിള്ളൽ ഇതിൻ്റെ മുകളിൽ ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നു. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ വലിയ ആശങ്കയിലാണ്. ഇതിലെ കൂടി കടന്നു പോകുന്ന വണ്ടിയിലുള്ള ജനങ്ങൾക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക്, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് ഇതേപോലെ തുടർന്നാൽ ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ റോഡ് ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കത് ഏറ്റവും അഭികാമ്യമായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അരുൺകുമാർ, അത് തന്നെയാണ് അവരുടെ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചതും. ഇന്നലെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കാറും അടക്കമുള്ള, അല്ലെങ്കിൽ 2 ബൈക്കും അടക്കം ഈ ഒരു പ്രദേശത്ത് കൂടെ കടന്നുപോയി. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഷിരൂരിലെ മണ്ണിടിച്ചിലാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അന്ന് അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടതും ഇതേപോലെ അശാസ്ത്രീയമായി ദേശീയപാത നിർമ്മാണത്തിൽ മണ്ണിടിച്ചിൽ നടത്തിയ സ്ഥലത്താണ്. ഏതെങ്കിലും ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്നെങ്കിൽ, രാത്രിയിൽ ആരെങ്കിലും കാണാതെ പോയിരുന്നെങ്കിൽ മണ്ണിനടിയിൽ ഇത് പെടുമായിരുന്നില്ലേ? അരുൺകുമാർ, തീർച്ചയായും നമ്മൾ ഇന്നലെ കണ്ട സമയത്തും അത്തരത്തിലൊരു ഷിരൂർ മോഡൽ ആണ് ഇവിടെയും ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ കാണാം. എന്തായാലും വലിയ രീതിയിലുള്ള മണ്ണാണ് ഇത്തരത്തിൽ ഈ ഒരു റോഡിലേക്ക് പതിച്ചിരിക്കുന്നതും. എത്രത്തോളം, അതായത് ഇന്നലെ കുറേയൊക്കെ മണ്ണ് നീക്കം ചെയ്തു, ഇനിയും മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഗതാഗതം ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യം തന്നെയാണ്. പല ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നതും. എന്തായാലും നമുക്കറിയാം, അർജുൻ്റെ ആ ഒരു സംഭവമടക്കം നമുക്ക് വേദനിപ്പിക്കുന്നതാണ്. അത്തരത്തിലൊരു അപകടം ഇനിയും ഉണ്ടാവാതിരിക്കാൻ ഇവിടെയുള്ള ജില്ലാ ഭരണകൂടമടക്കം ഒരു നേതൃത്വം നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
അരുൺ. തീർച്ചയായിട്ടും അർച്ചന, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വല്ലാതെ ഭീതിയാവുന്നു. NHAയോട് നമ്മൾ പലതവണ ഓർമ്മിപ്പിച്ചതാണ്. ശിരൂരിൽ അർജുൻ്റെ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഈ ആകാശ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നു. ഇത്രയും ഉയരമുള്ള കുന്ന് അശാസ്ത്രീയമായി ഇടിച്ചു വെച്ചിരിക്കുകയാണ്. ആ വഴി ഏതെങ്കിലും വാഹനം ഓടിച്ചു പോകുന്നവരുടെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീഴില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു തരത്തിലുള്ള സോയിൽ വാളിങ്ങും അവിടെ നടത്തിയിട്ടില്ല, സോയിൽ നെയിലിംഗ് അവിടെ നടത്തിയിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ സംരക്ഷണ ഭിത്തി അവിടെ കെട്ടിയിട്ടില്ല. ഇങ്ങനെ മണ്ണെടുത്തിട്ട് അങ്ങ് പോവുകയാണ്. ആ മണ്ണാണെങ്കിൽ ഉറപ്പില്ലാതെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും വാഹനം അവിടെ നിർത്തിയാൽ ഇനി വീണ്ടും അർജുന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ നമ്മളിങ്ങനെ അശാസ്ത്രീയമായി ഇത്തരം പാത നിർമ്മിക്കുന്നത്? തീർച്ചയായിട്ടും NHAയുടെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. അശാസ്ത്രീയമായ റോഡ് ഇങ്ങനെ കുന്നിടിച്ചു വെച്ചിരിക്കുന്നത് ഈ ദേശീയപാതയിൽ പലയിടത്തും പോയാൽ നമുക്ക് കാണാം. കണ്ടാൽ പേടിയാവും. ആ സ്ഥലമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെയാണ് ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. സമയം പോകുന്ന പോക്കേ എത്ര വേഗത്തിലാണ്.